ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ഒളിമ്പിയാഡ്സ്. അപ്പോൾ നമ്മൾ NSC-JS-ന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് എന്താ നമ്മൾ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 5th ക്വസ്റ്റ്യൻ വരെ കഴിഞ്ഞു അല്ലേ. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് 6th ക്വസ്റ്റ്യൻ ആണ് എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്. 6th ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡയഗ്രാം പ്രസന്റഡ് ഹിയർ is a sectional view of an endocrine gland. ഒരു endocrine glandന്റെ sectional view ആണ് എന്താ ഇവിടെ തന്നിട്ടുള്ളത്. It histologically characteristic layers are labeled as 1, 2, 3 and 4. അതിന്റെ ഹിസ്റ്റോളജിക്കൽ ആയുള്ള ലേയേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട് 1, 2, 3, 4 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്. Which of these is responsible for the secretion of C21 cortisol and corticosterone hormones? അതായത് നമുക്ക് ഇവിടെ ഒരു endocrine gland ആണ് അവിടെ ഉണ്ടാവുന്നത്. ഏത് ലെയറിലാണ് കോർട്ടിസോൾ C21 കോർട്ടിസോളും കോർട്ടിക്കോസ്റ്റീറോൺ ഉണ്ടാവുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ നോക്കാം കോർട്ടിക്കോസ്റ്റീറോണും അതേപോലെ തന്നെ C21 കോർട്ടിസോൾ ഉണ്ടാവുന്നത് എവിടെയാണെന്ന് നോക്കാം. യെസ്, നമുക്ക് എന്താണ് കിഡ്നി തന്നിട്ടുണ്ട്. കിഡ്നിന്റെ മുകളിലുള്ള ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡിന്റെ സെക്ഷണൽ വ്യൂ ആണ് നമുക്ക് തന്നുള്ളത്. അപ്പൊ കിഡ്നിന്റെ മുകളിലുള്ള ലെയർ ഏതാണ്, അല്ലെങ്കിൽ ആ ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ഏതാണ്? നമുക്കറിയാം എന്താണ്, അഡ്രിനൽ ഗ്ലാൻഡ് ആണ്. അഡ്രിനൽ ഗ്ലാൻഡിന്റെ ലേയേഴ്സ് ആണ് എന്താ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. അഡ്രിനൽ ഗ്ലാൻഡിന്റെ ഓരോ ലേയേഴ്സ് നമുക്ക് നോക്കാം അല്ലെ. അഡ്രിനൽ ഗ്ലാൻഡിന്റെ ഓരോ ലേയേഴ്സ് നോക്കാം. ആദ്യത്തെ ലെയർ എന്ന് പറയുന്നത് സോണ ഗ്ലോമറുലോസ എന്ന് പറഞ്ഞ ലെയർ ആണ്. അവിടെ എന്താണ്, അവിടെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മിനറലോ കോർട്ടിക്കോയിഡ്സ് ആണ്. മിനറലോ കോർട്ടിക്കോയിഡ്സ് എന്ന് പറയുന്ന ടൈപ്പ് ഹോർമോൺസ് ആണ് എന്താ അത് സെക്രീറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലുള്ള എക്സാമ്പിൾ ആണ് എന്താ ഹാൾഡോസ്റ്റിറോൺ. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ സോണ ഫെസിക്കുലേറ്റ, അതാണ് എന്താ കോർട്ടെക്സ് റീജിയൻ, അതായത് അഡ്രിനൽ ഗ്ലാൻഡിന്റെ കോർട്ടെക്സ് റീജിയനിലുള്ള രണ്ടാമത്തെ ലെയർ വരുന്നത് സോണ ഫെസിക്കുലേറ്റ് ആണ്. സോണ ഫെസിക്കുലേറ്റയിൽ നമ്മൾ കാണുകയാണെങ്കിൽ ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സ് ആണെന്ത് ആണെന്ത് അവര് സെക്രീറ്റ് ചെയ്യുന്നത്. അതിലുള്ള എക്സാമ്പിൾ ആണ് എന്താ കോർട്ടിസോൾ, നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചുള്ള. ഇനി സോണ റെറ്റിക്കുലാരിസ്, അതാണ് എന്താ ഏറ്റവും ഇന്നർമോസ്റ്റ് ആയിട്ടുള്ള ലെയർ. അപ്പൊ ഇന്നർമോസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ലെയർ, അതായത് മെഡുലിനോട് തൊട്ടടുത്തുള്ള ലെയർ ആണ് എന്താ സോണ റെറ്റിക്കുലാരിസ്. അവര് സെക്സ് ഹോർമോൺസ് ആണ് എന്താ റിലീസ് ചെയ്യുന്നത്. സെക്സ് ആൻഡ്രോജൻ, അതായത് സെക്സ് ഹോർമോൺസ് ആണ് എന്താ റിലീസ് ചെയ്യുന്നത്. അതിനുള്ള എക്സാമ്പിൾ ആണ് എന്താ ആൻഡ്രോജൻസ്, നമ്മുടെ ടെസ്റ്റോസ്റ്റിറോൺ ഒക്കെ പോലുള്ള എന്താണ് ആൻഡ്രോജൻസ് ഒക്കെ റിലീസ് ചെയ്യുന്നത് നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡിലുള്ള ഈ സോണ റെറ്റിക്കുലാരിസ് എന്ന് പറയുന്ന ലെയർ ആണ്. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ അഡ്രിനൽ മെഡുല എന്താണ്, കാറ്റക്കോളമൈൻസിനാണ് എന്താ സെക്രേറ്റ് ചെയ്യുന്നത്. കാറ്റക്കോളമൈൻസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ എപ്പിനെഫ്രിൻ, നോർ എപ്പിനെഫ്രിൻ, അല്ലെങ്കിൽ നമ്മൾ അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺസിനെയാണ് എന്താ അത് സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മളോട് ചോദിച്ചുള്ള എന്താണ്, C21 കോർട്ടിസോളും അതേപോലെ തന്നെ കോർട്ടിക്കോസ്റ്റീറോണും സെക്രീറ്റ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചുള്ളത്. കോർട്ടിക്കോസ്റ്റീറോൺ എന്ന് പറയുന്നത് നമുക്ക് സെക്സ് ഹോർമോൺസിനെ നമുക്ക് എന്ത് ചെയ്യാം കോർട്ടിക്കോസ്റ്റീറോൺ എന്ന് പറയാം. അതേപോലെ തന്നെ എന്ത് ചെയ്യാം, നമ്മൾ പെർട്ടിക്കുലർലി പറയുകയാണെങ്കിൽ എന്താണ്, ഈ സെക്കൻഡ് ലെയർ ആണ് എന്ത് കോർട്ടിസോളും അതേപോലെ തന്നെ കോർട്ടിക്കോസ്റ്റീറോണും സെക്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മളെ ക്വസ്റ്റ്യനിൽ എന്താണ് 2 ഓൺലി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടോ? 2 ഓൺലി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ല. അപ്പം നമുക്ക് വേറൊരു ലെയറും കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്ന മാതിരി നമുക്ക് കാണിക്കണം അല്ലേ. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ, അതായത് നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് സോണ റെറ്റിക്കുലാരിസ് എന്താണ് കോർട്ടിക്കോസ്റ്റീറോണിന്റെ ചെറിയൊരു ടൈപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയൊരു രീതിയിൽ അതിന്റെ പ്രൊഡക്ഷനും എന്ത് ചെയ്യുന്നുണ്ട് അവിടെ നടക്കുന്നുണ്ട്. കോർട്ടിക്കോസ്റ്റീറോണിന്റെ പ്രൊഡക്ഷൻ എവിടെ നടക്കുന്നുണ്ട്, സോണ റെറ്റിക്കുലാരിസിൽ നടക്കുന്നുണ്ട്, സോണ ഫെസിക്കുലേറ്റിൽ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ളതിൽ ഏതൊക്കെയാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് 2 ഓൺലി ആണ്. പക്ഷെ നമുക്ക് 2 ഓൺലി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ ഇല്ല. അപ്പൊ നമ്മൾ 2 മാത്രമല്ല, നമുക്ക് നോക്കുമ്പോൾ എന്താണ് വേറൊരു റീജിയനും കൂടി ഉണ്ട് അല്ലെ. അപ്പൊ ആ ഒരു റീജിയൻ ഏതായിരിക്കും, 3rd റീജിയൻ ആയിരിക്കും. അപ്പോൾ 2 and 3 എന്ന് പറഞ്ഞ ഓപ്ഷൻ ആയിരിക്കും കുറച്ചുകൂടി ഈ ഒരു ആൻസറിൽ സ്യൂട്ടബിൾ ആയിട്ട് വരാം. പക്ഷെ 2 മാത്രമേ എന്തേ ഉള്ളൂ, നമ്മൾ മേജർ ആയിട്ട് പറയുമ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ എന്നാണ് നമ്മൾ പറയാം. അപ്പോൾ നമുക്ക് 2 മാത്രമേ ഉള്ളൂ. 2 ഓൺലി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി 2 and 3 ആണ് എന്താ നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. അപ്പൊ നമ്മൾ 6th ക്വസ്റ്റ്യൻ ആണ് എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തത്. NSC-JS-ന്റെ പ്രീവിയസ് ഇയറിലുള്ള 6th ക്വസ്റ്റ്യൻ ആണ്. ഇനി 7th ക്വസ്റ്റ്യൻ ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യന് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ.